ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ വീഡിയോ കേട്ടോ. സാധാരണ രാവിലെ ഞാൻ മോർണിംഗ് വ്ലോഗ് ചെയ്യുന്നത് കിച്ചണും അതുപോലെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്താ പറയണേ, ഇന്നൊരു ചെറിയൊരു യാത്രയാണ്. നമ്മുടെ സ്കൂളിൽ, ഞങ്ങളുടെ ഹെഡ് സ്കൂളിൽ ആനുവൽ ഫംഗ്ഷൻ നടക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ശരിക്കും നല്ല തണുപ്പുണ്ട്. രാവിലെ തന്നെ നമ്മൾ യാത്രയായി, എല്ലാം റെഡിയായി. നമ്മൾ രാവിലെ ആട്ടോ പോകുന്നത്. കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ തിരിച്ചു വരുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ ടൈഗർ കണ്ടോ, ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് കൂട്ടിനകത്ത് കയറി കിടക്കുകയാണ്. എത്ര അനുസരണമുള്ള ടൈഗറാണ്. പതുക്കെ വെയിൽ വരുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇവിടെ തന്നെയല്ലേ, എപ്പോഴും നമ്മുടെ ആ ഒരു റൊട്ടീൻ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു ചേഞ്ചസും ഇല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, കുക്ക് ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ തിരക്ക്, അങ്ങനെ എല്ലാം കൂടെ ആകുമ്പം എല്ലാ ദിവസവും ഒരേ രീതിയിലാകുമ്പം ഭയങ്കര ഒരു ബോറിംഗ് ആണ്. അപ്പോൾ എനിക്ക് ചെറുതായാലും വലുതായാലും യാത്ര ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ പെട്രോൾ പമ്പൊക്കെ ഉള്ള. അപ്പോൾ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് നമ്മൾ യാത്ര തിരിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ നമുക്ക് മഞ്ഞ് കുറവാണ്. സാധാരണ ഇങ്ങനെ കോടമഞ്ഞ് കയറിയിട്ട് ഭയങ്കരമായിട്ട് മൂടി നിൽക്കുന്ന സമയമാണ് ഈ ഒരു ഡിസംബറിൽ. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ വന്നതിന് ശേഷം മഞ്ഞില്ലാത്തൊരു സമയം ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പ് അതിശക്തമാണ്. മഞ്ഞുണ്ടെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെയിൽ വന്നു കഴിയുമ്പം കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല തണുപ്പാട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിതേ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ 2 പേർഷ്യൻ ക്യാറ്റുകളുണ്ട്. എൻ്റെ ഇച്ചാനും മക്കളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടി, പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങളെ കണ്ടാൽ അതെവിടെ കണ്ടാലും അവരെ വിടില്ല, അത്രയ്ക്കും സ്നേഹം കേട്ടോ. ഇവിടെ 2 വലിയ പട്ടിയുണ്ട്, അതുപോലെ പൂച്ചയുണ്ട്. ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇച്ചാനും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അശിമോനാണേലും അവന് വഴി കാണുന്ന മൃഗങ്ങളെ പോലും അത്ര കാര്യമായിട്ട് കെയർ ചെയ്യും. ഇച്ചാനും ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂള് ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെഡ് സ്കൂള്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും 24-നാട്ടോ ആനുവൽ സെലിബ്രേഷൻ വെക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് മെസ്സേജും പിന്നെ കുറച്ച് കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമും ഒക്കെയാണ് ഇവിടെ നടത്തുന്നത്. ഒരുപാട് പേരൻസും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഉച്ചയ്ക്കേ തുടങ്ങുള്ളൂ. 12:30 ടൈം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പേരൻസ് ചിലരൊക്കെ ഉണ്ട്. കാരണം ടൈം ആകുമ്പോൾ വന്നാൽ മതിയല്ലോ, ഇപ്പോഴേ വന്നിട്ട് കാര്യമില്ലല്ലോ. പ്രോഗ്രാമൊക്കെ തുടങ്ങുന്ന സമയത്താണല്ലോ. ഇനാഗുറൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു സന്തോഷമല്ലേ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആനുവൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇതാട്ടോ എൻ്റെ ഫ്രണ്ട്, ഇവിടുത്തെ മാഡം. അപ്പോൾ ഞങ്ങൾ 2 നല്ല കൂട്ടാട്ടോ. എപ്പോഴും ഫോൺ വിളിക്കുകയും അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പോയി വരികയൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഇവിടെയൊക്കെ വരുമ്പം ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂട്ടോ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും തലേദിവസം വന്ന് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷേ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് രാവിലെ ഞങ്ങൾ പോകുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരത്തെ പോന്നു. ഇപ്പോൾ ഇത് കണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ടീച്ചേഴ്സ് ഉണ്ട് അവർ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ സെറ്ററും അതുപോലെ ബ്ലേസറും ഒക്കെ ഊരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും കഷ്ടമുണ്ട്. പക്ഷേ പിള്ളേർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആട്ടോ. തണുത്താലും വേണ്ടില്ല, അവർക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ആ പ്രോഗ്രാമിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്ന ആ ഒരു സന്തോഷത്തിലാട്ടോ ഓരോ കുട്ടികളും. പിന്നെ ഇതെല്ലാം കുഞ്ഞു പിള്ളേരുടെ സെക്ഷനാണ്. വലിയ പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നല്ല രസമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോഴും അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴൊക്കെ നമ്മുടെ പഴയ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോവുക കേട്ടോ. ശരിക്കും എത്ര ഹാപ്പിയായിട്ട് അവർ നിൽക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു മാലാഖമാർ, അതുപോലെ നല്ല രസമുണ്ട് എല്ലാവരെയും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മോനും ബാംഗ്ലൂരിലാട്ടോ പഠിക്കുന്നത്. അപ്പം എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ് ഇത് കണ്ടോ. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇവരൊക്കെ ഒരേ 10th ഒരേ ബാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പല പല സ്ഥലങ്ങളിലാണ് പുറത്ത് പഠിക്കുന്നു.
അതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ എന്താ പറയുക കുറേ സമയം അവർ സ്പെൻഡ് ചെയ്തു. അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു ലോകം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനും തനിയാണല്ലോ എന്നേ. അവൻ്റെ ചേട്ടനും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവനും തന്നെയായിപ്പോയി. പിന്നെ അവനിങ്ങനെ എന്താ പറയുക ചില ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, ഒരുപാട് കമ്പനിയൊന്നുമില്ല. അപ്പം ഇവിടുത്തെ മോനുമായിട്ട് നല്ല ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനും ഇപ്പോൾ ബാംഗ്ലൂരിലാണ് +1 പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതാണ് ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരും അവരുടേതായ രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നു, ഞങ്ങളും എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പല പല തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവരെല്ലാം പ്രോഗ്രാമിനുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക കേട്ടോ. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം അവരുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എല്ലാവരും വന്നിട്ട് ഫുഡ് കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ രാത്രി വരെ നിൽക്കേണ്ടി വരും കേട്ടോ. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കണ്ടിന്യൂസ് 12:30 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേ തീരുള്ളൂ. അപ്പോൾ അത്രയും സമയം നിൽക്കണം. ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആങ്കേഴ്സായിട്ട് കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ, ഹയർ ക്ലാസ്സിലെ. അവരായിട്ടോ നന്നായിട്ട് ആങ്കർ ചെയ്യുന്നൊക്കെ ഉണ്ട്. നല്ല സ്റ്റേജും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു തീം ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് ഇച്ചായനാണ്. ഇച്ചായൻ്റെയും ചെറിയ നമ്മൾ പ്രെയറൊക്കെ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇനാഗുറൽ ഫംഗ്ഷനുണ്ട്, ഇനാഗുറൽ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ല സന്തോഷകരമായ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ശരിക്കും കുട്ടികളുടെ പ്രോഗ്രാമും അവർ 1 മാസത്തിന് ഏറെയായി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡേ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു വളരെ സന്തോഷമാണ്. പിന്നെ ഇത് പാട്ട് പാടുന്ന കുട്ടികൾ, പിന്നെ ഇതും ഇവിടുത്തെ സാറിൻ്റെ മോനാട്ടോ. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും കൂടാനായിട്ട് ഞങ്ങൾക്കും പറ്റിയില്ല കേട്ടോ. അപ്പം ഉള്ള പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്തു. എനിക്കും ചെറിയ ഇതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഓരോ നിമിഷവും ഓരോ പ്രോഗ്രാമുകളും എൻജോയ് ചെയ്യുന്ന ഒരു സ്വഭാവമാട്ടോ എനിക്കുള്ളത്. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഗെറ്റ് ടുഗദർ ചെയ്യുക. ഇതൊക്കെ ആണ് എൻ്റെ ആഗ്രഹങ്ങൾ. കാരണം നമ്മളെന്നും ഒരേ രീതിയിൽ ഒരേ റൊട്ടീനിൽ പോകുമ്പോൾ നമുക്കും ബോറടി ഉണ്ടാവും. അപ്പം ചെറിയ നിമിഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ആനന്ദകരമാക്കാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം നേരത്തെ ഇവിടെ രാത്രിയാവട്ടെ. ഇപ്പം സമയം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ തന്നെ നല്ല ഇരുട്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസും വ്ളോഗ്സും കുക്കിങ്ങും ഒക്കെ ആയിട്ടും ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.